നമ്മൾ ഈ 18 പടി കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന വലിയ ഒരു ആപ്തവാക്യമുണ്ട്, തത്വമസി. ആ ബോർഡ് അവിടെ സ്ഥാപിച്ചത് സ്വാമി ചിന്മയാനന്ദനാണ്. ചിന്മയാനന്ദ സ്വാമിയാണ് ആ ബോർഡ് അവിടെ വെച്ചത്. കേരളത്തിലാണ് കൂടുതൽ, കേരളത്തിലാണ് കൂടുതലുള്ളത്. പുറത്തു വരുന്ന മിക്കവാറും എല്ലാവരും വ്രതം അനുഷ്ഠിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ അയ്യപ്പ ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം കേരളത്തിൽ ഇന്നും ഈ ഹിന്ദുക്കളല്ലേ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഹിന്ദു കുടുംബങ്ങളിൽ സമാധാനമുണ്ട് ഹിന്ദുക്കളുടെ. പിന്നെ അയ്യപ്പസ്വാമി 41 ദിവസം കൊണ്ടാണ് പന്തളത്ത് നിന്ന് ഇത്രയും ആൾക്കാരെ സംഘടിപ്പിച്ച് അന്ന് അവിടെ എത്തിയത്. അതും ഒരു മണ്ഡലകാലമാണ്. പന്തളം സീസണിൽ ഒരു കുഞ്ഞോട് വെച്ച് മരിച്ചു അറിയാമോ, വെള്ളം കിട്ടാതെ. അത് എന്തുമാത്രം ക്രൂരതയാണ് ചെയ്യുന്നത്. ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളില് അയ്യപ്പൻ ഇവിടെ മാത്രമാണ്. അത് ഇങ്ങനെ വന്നു പറയാം. ധർമ്മശാസ്ത്ര ഈ ക്ഷേത്രം കാലങ്ങൾക്ക് ശേഷം ഉദയനൻ എന്ന് പറയുന്ന ഒരു കാട്ടുകൊള്ളക്കാരൻ, അയാളാണ് പന്തളവും മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അയാൾ ഈ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രം വിഗ്രഹം തച്ചുടച്ചു, ക്ഷേത്രം അയാളുടെ കൊള്ള സങ്കേതമാക്കി മാറ്റി. ഇതാണ് അയ്യപ്പസ്വാമി ഈ ആലങ്ങാട് സംഘവും അമ്പലപ്പുഴ സംഘവും എല്ലാം ചേർന്നിട്ട് ഒരു തിരിച്ചു പിടിച്ചത്. ഉദയനെ അമർച്ച ചെയ്ത് ഈ ക്ഷേത്രം തിരിച്ചു പിടിച്ചു. ഈ മഹിഷി മർദ്ദനത്തിന് ശേഷം അയ്യപ്പസ്വാമി തനിക്ക് സമാധിസ്ഥനാവാൻ വേണ്ടി, തനിക്ക് സന്യസിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണമെന്ന് പന്തള രാജാവിനോട് ആവശ്യപ്പെട്ട് അയ്യപ്പസ്വാമിയാണ് ഈ ശബരിമലയിൽ എത്തി ആ ക്ഷേത്രം അദ്ദേഹം പുനരുദ്ധാരണം ചെയ്തു. അവിടെ വിഗ്രഹം അദ്ദേഹം തന്നെ നിന്ന് വിഗ്രഹം പുതുതായിട്ടുണ്ടാക്കി. എന്നിട്ട് അവിടെ തന്നെ അദ്ദേഹം ജീവസമാധിയായതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശബരിമലയിൽ മണിമണ്ഡപം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി ജീവസമാധിയായ സ്ഥലമാണ്. ആ ജീവസമാധിയായ ആ അയ്യപ്പൻ്റെ ആ ചൈതന്യമാണ് ആ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ശബരിമല മാത്രമാണ് അയ്യപ്പസ്വാമിയുടെ, അയ്യപ്പൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശബരിമല മാത്രമാണ്. ഇപ്പം പക്ഷേ ഒരുപാട് സ്ഥലത്ത് ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട അയ്യപ്പ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയാൻ പറ്റുള്ളൂ, അയ്യപ്പ ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല. അയ്യപ്പ ക്ഷേത്രം ശബരിമലയ്ക്ക് മാത്രമേ. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം. ഈ യുവതീ പ്രവേശനം പാടില്ല എന്ന് പറയുന്നത് അവിടെ 2 രൂപമാണ്. സന്യാസ രൂപത്തിലുള്ള ധർമ്മശാസ്താവും നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇത്രയും പ്രത്യേകത. മാത്രമല്ല ശബരിമലയിൽ മാത്രമല്ലേ എല്ലാവരും അയ്യപ്പനാവുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഗുരുവായൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പരമാവസ്ഥ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ആ പൂജാരിയെ നമ്മൾ ദേഹത്ത് തൊട്ടാലോചിച്ച് നോക്കും, അദ്ദേഹം വീണ്ടും കുളിച്ച് വസ്ത്രം മാറി അദ്ദേഹത്തിന് ശിവപുരി കയറാവും. പക്ഷെ ശബരിമലയിൽ മാത്രമേ അതില്ലാതുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ അകത്തിരിക്കുന്ന അയ്യപ്പനും പൂജ ചെയ്യുന്നവരും അയ്യപ്പന്മാരാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥരും എല്ലാം അയ്യപ്പന്മാരാണ്, അവിടെ പോകുന്ന ഭക്തരും അയ്യപ്പന്മാരാണ്. പക്ഷെ അയ്യപ്പനായി മാറി വേണം അവിടെ ചെല്ലാൻ. ആ അയ്യപ്പനായി മാറാൻ വേണ്ടിയാണ് ഈ മണ്ഡലകാലം എന്ന് പറയുന്നത്. മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ആ അയ്യപ്പനായി മാറാനാണ്. അവിടെ മാത്രമല്ലേ അയ്യപ്പ എന്ന് വിളിക്കുന്നത്, എല്ലാവരും അയ്യപ്പന്മാർ. നമ്മൾ ഈ 18 പടി കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന വലിയ ഒരു ആപ്തവാക്യമുണ്ട്, തത്വമസി. ആ ബോർഡ് അവിടെ സ്ഥാപിച്ചത് സ്വാമി ചിന്മയാനന്ദനാണ്. ചിന്മയാനന്ദ സ്വാമിയാണ് ആ ബോർഡ് അവിടെ വെച്ചത്. തത്വമസി എന്താണ്? തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ. പക്ഷെ ആ ഞാൻ നീ ആവണമെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആവണ്ടേ. അല്ലാതെ ചുമ്മാ ഒരു ദിവസം രാവിലെ ഞാൻ ശബരിമല പോകുന്നു പറഞ്ഞിട്ട് പോയി ഒരു മാലയും വാങ്ങിച്ചിട്ട് പമ്പയിൽ പോയി കെട്ടുനിറച്ച് പോയാൽ അത് ദർശനമാവുമോ? അത് ദർശനക്രമമാവുമോ? തീർച്ചയായിട്ടും ഭക്തരുടെ ഭാഗത്തുനിന്ന് ഈ മണ്ഡലവ്രതം ആചരിക്കുന്നതിലൊക്കെ വലിയ ലോപം സംഭവിച്ചിട്ടുണ്ട്, വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് കേരളത്തിലാണ് കൂടുതൽ. കേരളത്തിലാണ് കൂടുതലുള്ളത്. പുറത്തുനിന്ന് വരുന്ന മിക്കവാറും എല്ലാവരും വ്രതം അനുഷ്ഠിക്കുന്നത് കേരളത്തിലാണ് വരുന്നത്. കേരളത്തിൽ അയ്യപ്പ ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം കേരളത്തിൽ ഇന്നും ഈ ഹിന്ദുക്കളല്ലേ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഹിന്ദു കുടുംബങ്ങളിൽ സമാധാനമുണ്ട് ഇന്ന്? എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളില്ലേ, എല്ലാ സ്ഥലത്തും. എത്ര പേരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവസേന നമ്മൾ കാണുന്നില്ലേ? മറ്റേതെങ്കിലും മതസ്ഥർ ഇത്രയും ആത്മഹത്യ ചെയ്യുന്ന കാണുന്നുണ്ടോ? നമ്മൾ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ പല പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റു മതസ്ഥർക്കെല്ലാം, ഇപ്പം ഇസ്ലാം മതമായാലും ശരി, ക്രിസ്ത്യൻ മതമായാലും ശരി, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരൊക്കെ അവരുടെ കൃത്യമായി അവരുടെ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ റമദാൻ വ്രതം അവർക്കും നിർബന്ധമല്ലേ? അതിഷ്ടം അനുഷ്ഠിക്കുന്നില്ലേ അവർ? അതുപോലെ ക്രിസ്ത്യാനികൾ, അവരെ സംബന്ധിച്ചോളം അവർക്ക് 41 വ്രതമുണ്ട്. ക്രിസ്മസിന് മുമ്പായിട്ട് അവർ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ. എത്ര ഹിന്ദുക്കൾ നമ്മൾ മണ്ഡല വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ശബരിമലയിൽ പോകാൻ പറ്റുന്നില്ല. ഇപ്പം യുവതികൾക്ക് പോകാൻ പറ്റില്ല, കുറച്ച് പ്രായം കഴിഞ്ഞവർക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചുകൂടാ?
വർഷത്തിൽ 365 ദിവസം ഉള്ളതിൽ ഒരു 41 ദിവസം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയെങ്കിലും വ്രതമനുഷ്ഠിച്ചൂടെ? മത്സ്യമാംസാദികളും ലഹരിയും എല്ലാം ഉപേക്ഷിച്ച് മറ്റു ചിന്തകൾ ഉപേക്ഷിച്ച് ഈശ്വരീയ ചിന്തയിൽ അത് അനുഷ്ഠിച്ച് നോക്കൂ. തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൽ ആ വ്യത്യാസം വരും. സമൂഹത്തിനും ഒരു വലിയ തീർച്ചയായിട്ടും മാറ്റം വരും. അതിപ്പോൾ ശബരിമല പോകണമെന്നില്ല. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പം പലരും എൻ്റെ ചോദിച്ചു വ്രതം അനുഷ്ഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വൃശ്ചിക 1-ാം തീയതി തൊട്ട് വ്രതം അനുഷ്ഠിച്ചാൽ ഇത്രയും പേർക്ക് ഈ മണ്ഡലപൂജയ്ക്ക് അവിടെ തൊഴാൻ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്താൻ പറ്റുന്ന ആൾക്കാർക്കൊരു പരിമിതിയുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വൃശ്ചിക 1-ാം തീയതി തന്നെ വ്രതം അനുഷ്ഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്നാണ് ശബരിമലയിൽ പോകാൻ തീരുമാനിക്കുന്നത് അതിന് 41 ദിവസം മുമ്പോട്ട് എടുക്കൂ. പലരും തുലാ 1-ാം തീയതി വ്രതം എടുക്കുന്നവരുണ്ട്. അപ്പം ഒരു വൃശ്ചികം സീസൺ ആരംഭിച്ചിട്ട് 10 ദിവസം കഴിയുമ്പോൾ ഏത് ദിവസം വേണമെങ്കിലും തൊഴാം. 41 ദിവസം കഴിഞ്ഞാൽ 41 അന്ന് തന്നെ പോകണമെന്നൊന്നുമില്ല. 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ഏത് ദിവസം അത് കഴിഞ്ഞിട്ട് ഏത് ദിവസം പോയി തൊഴാം. അപ്പം ആ രീതിയിലേക്ക് ഒരു വ്രത സംവിധാനം ഉണ്ടാക്കണം. മാത്രമല്ല ഞാൻ പറഞ്ഞ പോകാൻ പറ്റാത്തവരും ഒരു മണ്ഡലകാലമെങ്കിലും ഒരു വർഷം വ്രതം എടുക്കുക. മണ്ഡലകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സൗരവർഷമാണ് നമ്മളിപ്പോൾ ആചരിക്കുന്നത്. 365 ദിവസം എന്ന് പറയുന്നത് സൗരവർഷമാണ്. പണ്ട് നമ്മുടെ പൗരാണികമായിട്ടുണ്ടായിരുന്ന ചാന്ദ്രമാസമായിരുന്നു. അതായത് ചാന്ദ്രമാസം എന്ന് പറയുമ്പോൾ 27 നാളുകളാണ്. ആ നാളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അശ്വതി മുതൽ ഭരണി വരെയുള്ള നാളുകൾ, ഈ 27 നാളുകൾ വെച്ചാണ് ചാന്ദ്രമാസം. അപ്പോൾ 27 ദിവസങ്ങൾ വെച്ചൊരു മാസം കൂട്ടിയാൽ ഒരു വർഷം വരുമ്പോൾ 324 ദിവസം വരും. ഈ 324 ദിവസം ചാന്ദ്രവർഷവും അതിൻ്റെ കൂടെ സൗരവർഷം വരുന്നത് 365 കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു 41 ദിവസമുണ്ട്. അതിൻ്റെ വ്യത്യാസം ഈ 41 ദിവസമാണ് മണ്ഡലകാലം. അതുപോലെ വൈഷ്ണവ ശൈവ ചൈതന്യമാണ് അയ്യപ്പനും ധർമ്മശാസ്ത്രാവ് തന്നെയാണ്. അത് വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ 4 എന്നാണ് ഭഗവാൻ കൂട്ടുന്നത്. ഏകനായിട്ടാണ് ശിവൻ. അപ്പോൾ ആ 4 1 അത് 41. പിന്നെ അയ്യപ്പസ്വാമി 41 ദിവസം കൊണ്ടാണ് പന്തളത്ത് നിന്ന് ഇത്രയും ആൾക്കാരെ സംഘടിപ്പിച്ച് അന്ന് അവിടെ എത്തിയത്. അതും ഒരു മണ്ഡലകാലമാണ്. അപ്പോൾ ആ മണ്ഡലകാലത്തിന് ഏറ്റവും പ്രത്യേകതയുണ്ട്. അത് വൃശ്ചികം 1 തൊട്ട് തന്നെ അനുഷ്ഠിക്കണം നിർബന്ധമൊന്നുമില്ല. വർഷത്തിലൊരു മണ്ഡലകാലം വ്രതം അനുഷ്ഠിക്കുക. അത് നമ്മൾ മാത്രമല്ല, വീട്ടിലെല്ലാവരും വ്രതം അനുഷ്ഠിക്കുക. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വീട് ശുദ്ധം ചെയ്ത് രാവിലെയും വൈകുന്നേരവും വിളക്ക് വെച്ച് 10 ശരണമെങ്കിലും വിളിക്കും. പോകണം നിർബന്ധമില്ല. സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ 10 പ്രാവശ്യം വിളിച്ചുകൂടെ? അതെങ്കിലും ചെയ്യൂ ഹിന്ദു സമൂഹം. തീർച്ചയായിട്ടും. നമ്മൾ കുറച്ച് ഭൗതികമായ കാര്യങ്ങളും കൂടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ അവിടെ ഈ തീർത്ഥാടനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച്, സർക്കാർ ചെയ്യുന്ന സംവിധാനങ്ങളെക്കുറിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? തൃപ്തിയുണ്ടോ അത്തരം കാര്യങ്ങളിൽ? ഒരിക്കലുമില്ല. കാര്യം ഇതിനു മുമ്പും ആൾക്കാർ ശബരിമലയെ വന്ന് ദർശനം നടത്തിക്കൊണ്ടിരുന്നില്ലേ? അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയല്ലേ? വിർച്വൽ ക്യൂ. ഞാൻ അവലോകന യോഗം, ശബരിമല അവലോകന യോഗം. അവലോകന യോഗത്തിൽ പങ്കെടുക്കേണ്ട ആരൊക്കെയാണ്? ഭക്തർ പങ്കെടുക്കണം, ഇവിടെ ഹൈന്ദവ സംഘടനകൾ പങ്കെടുക്കണം, അവരുടെ അഭിപ്രായം അറിയണം. അല്ലെങ്കിൽ അതുപോലെ ആചാര്യന്മാരുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം അറിയണം. അങ്ങനെയാണോ അവലോകന യോഗം നടക്കുന്നത്? ഇവിടെ പണ്ട് ശബരിമലയിൽ വെച്ചാണ് അവലോകന യോഗം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം എവിടെയാ? തോന്നിയവാസമല്ലേ കാണിക്കുന്നത്? ആരെങ്കിലും വിളിച്ച് കുറേ പാർട്ടിക്കാരെ വിളിച്ചിരുത്തിട്ട് അവലോകന യോഗം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയാണ് 80,000 പേരെ കയറ്റുള്ളൂ. അയാൾ ആരാ പറയുന്നത്? ശബരിമലയിൽ വരുന്ന ഏത് ഭക്തനും അവിടെ ദർശനത്തിന് സൗകര്യം കൊടുക്കണം. അതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്. അവിടെ വിർച്വൽ ക്യൂ, പണ്ട് വിർച്വൽ ക്യൂ പോലീസുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ അഴിമതിയും ഏറ്റവും വലിയ പ്രശ്നവും ഉണ്ടായിരുന്നു. അയ്യപ്പൻ ഭക്തന്മാരുടെ അവർ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വിശ്വ ഹിന്ദു പരിഷത്താണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് അത് പോലീസ് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചത്. ഹൈക്കോടതിയിൽ ഓർഡർ വന്നു, പോലീസ് അല്ല വിർച്വൽ ക്യൂ ചെയ്യേണ്ടതെന്ന്. ദേവസ്വം ബോർഡ് വിർച്വൽ ക്യൂ മാത്രമല്ല, അവിടെ വരുന്ന എല്ലാവർക്കും ആ സ്ഥലത്ത് നമുക്ക് വീണ്ടും സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യം കൊടുക്കണം. അതുപോലെ ഭക്തർക്ക് ഇപ്പം സർക്കാർ സംവിധാനം അല്ലല്ലോ നിശ്ചയിക്കേണ്ട അമ്പലത്തിൽ എത്ര പേര് കയറണം എന്നുള്ളത്. ഭക്തർ വന്നാൽ അവർക്ക് സൗകര്യം കൊടുത്തിരിക്കണം. അല്ലാതെ ഇത്ര പേരെ കയറ്റുള്ളൂ എന്ന് പറയാൻ അങ്ങനെ പറ്റുമോ? ദൂരെ നിന്ന് വരുന്ന ആൾക്ക് ദർശനം കിട്ടണ്ടേ? മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവിടെ എന്തെല്ലാം രീതിയിൽ ഭക്തരെ കഷ്ടപ്പെടുന്നു. നമുക്കിപ്പം ഈ കഴിഞ്ഞ മാസപൂജയ്ക്ക് നമ്മൾ കണ്ടില്ലേ, ഭക്തരവിടെ ഒന്ന് കരയുന്നത്. വെള്ളവും ഇല്ല, ഇരിക്കാൻ സ്ഥലമില്ല. ഒരു കൂട്ടിനകത്ത് അടച്ചിട്ട പോലെ അവസ്ഥയല്ലേ അതിനകത്ത്. എന്തുമാത്രം കഴിഞ്ഞ സീസണിൽ ഒരു കുഞ്ഞവിടെ വെച്ച് മരിച്ചു അറിയാമോ, വെള്ളം കിട്ടാതെ. അത് എന്തുമാത്രം ക്രൂരതയാണ് ചെയ്യുന്നത് ഭക്തരോട് കാണിക്കുന്നത്. ഇത് അപ്പം ഇവരുടെ ലക്ഷ്യം എന്താ? പൈസ കിട്ടണം, പണം മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ ഭക്തർക്ക്, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിൻ്റെ അന്നദാന ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് വന്ന് പറയുന്നത്. ഈ പൈസ കൊടുത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പമ്പയ്ക്ക് മുകളിൽ ഒരു കച്ചവട സ്ഥാപനവും അനുവദിക്കാൻ പാടില്ല.
ദേവസ്വം ബോർഡ് സൗജന്യമായിട്ട് അന്നദാനം നടത്തണം, സൗജന്യമായിട്ട് കുടിവെള്ളം കൊടുക്കണം, സൗജന്യമായിട്ട് അവർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം കൊടുക്കണം. എന്തുമാത്രം ചാർജ് അവിടെ ചെയ്യുന്നത്? പണ്ട് അവിടെ വിരിവയ്ക്കാൻ എന്തുമാത്രം സൗകര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു ഭക്തനായ ഞമ്മൻ നമ്പ്യാർ, അദ്ദേഹം അവിടെ ഒരു വലിയ ഷെഡ് കെട്ടിയിട്ടിരുന്നു അയ്യപ്പന്മാർക്ക് വന്നാൽ വിരിവയ്ക്കാൻ. ആ ഷെഡ് പൊളിച്ചു കളഞ്ഞു. അതുപോലെ മെരിലാൻഡ്, അന്ന് ഒരു സ്വാമി അയ്യപ്പൻ സിനിമ ചെയ്തിട്ട് ആ കിട്ടിയ വരുമാനം മുഴുവൻ ശബരിമലയിലേക്കാണ് ചിലവാക്കിയത്. അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് കെട്ടി വലിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. അതിനെ ദേവസ്വം ബോർഡ് പിടിച്ചെടുത്തപ്പോൾ പൂട്ടിയിട്ടിരിക്കുക, വിരിവയ്ക്കാൻ സമ്മതിക്കത്തില്ല. കാരണം പൈസ കിട്ടത്തില്ലല്ലോ. ഒരു പാ വിരിക്കാനുള്ള പൈസ വാങ്ങിക്കുകയാണ്. ആലോചിച്ച് നോക്കി. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സൗജന്യമായിട്ട് ചെയ്യണം, സൗജന്യമായി ഭക്ഷണം കൊടുക്കണം. പമ്പയ്ക്ക് മുകളിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയും വേണ്ട. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്തിന് ധനലാഭം നോക്കിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇത്തരം കാര്യങ്ങളിൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് KSRTC പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സൗജന്യ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അമിത ചാർജ് ഒന്നും ഈടാക്കുന്നില്ല, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഈ പ്രസ്താവനയുടെ പിന്നിൽ ധനലാഭമാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അതിനോട് എങ്ങനെ പ്രതി? അവിടെ സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതിയിലെ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. അതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു സ്ഥാപനം ധനലാഭത്തിന് വേണ്ടിയല്ല, അവർ ചെയ്യുന്നത് സേവനമാണ് എന്ന് സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ അതിൽ, ആ കേസിൽ. അത് സകല വകുപ്പുകളും ഊറ്റുകയാണ് ഭക്തരെ. ഞാൻ ചോദിക്കട്ടെ, KSRTC നഷ്ടത്തിലോടുന്ന KSRTCക്ക് ആ നഷ്ടം നികത്താൻ വേണ്ടി അയ്യപ്പന്മാരെയാണ് കിട്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സീസണിൽ അയ്യപ്പന്മാരെ കൊള്ളയടിക്കുകയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറു വാഹനങ്ങൾ 14 സീറ്റുള്ള വാഹനങ്ങൾ വരെ പമ്പയിലേക്ക് വിടുന്നില്ലല്ലോ. അവിടെ പാർക്കിങ്ങിന് വേണ്ടി കേന്ദ്ര സർക്കാർ വനം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ കുറേ സ്ഥലങ്ങൾ, ഹിൽ ടോപ്പ്, അവിടെ പാർക്കിംഗ് അനുവദിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ ഇത് ഏത് രീതിയിലും ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ ബുദ്ധിമുട്ടിക്കുക, വരാതാക്കുക, ആ ക്ഷേത്രത്തിലേക്ക് വരാതാക്കുക, അതാണ് ഉദ്ദേശം. തകർക്കുക. കാര്യം ആ ആത്മീയതയിലൂടെ ഹിന്ദുക്കൾ ഒന്നാവും എന്നുള്ളത് കൊണ്ട് മാത്രം ആ ആത്മീയതയെ നശിപ്പിക്കുക, അതിന് ആചാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. നടക്കാതെ വന്നപ്പോഴത്തേക്കും അസൗകര്യങ്ങൾ ഉണ്ടാക്കി അവരെ വരുത്താതിരിക്കുക. എന്നോടൊരു ഗുരുസ്വാമി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം, പണ്ട് അവിടെ ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷമായിരുന്നു മുന്നിട്ട് നിന്ന്. ഇപ്പം അത് ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരായാലും പോലീസുകാരായാലും എല്ലാവരും സ്വാമിമാരെന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്ന, അവരവരുടെ ജോലിക്ക് കാശ് മേടിക്കുന്ന ഒരു സ്ഥലമായി, ഒരു ബിസിനസ് കേന്ദ്രമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ പോലീസായാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളായാലും ക്ഷൗരം ചെയ്യാതെ താടി വളർത്തി അവർ വ്രതധാരികളായിട്ടാണ് വന്നിട്ടുള്ളത്. പോലീസ് അയ്യപ്പൻ എന്നാണ് പറയുന്നത്. അവരും അങ്ങോട്ടും അയ്യപ്പ എന്നാണ് സംഭവം. അടുത്ത കാലം വരെ അതുപോലെ നമ്മൾ അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കഴിഞ്ഞാൽ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത്. ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ സ്വാമി ശരണം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ ഞാൻ ശബരിമലയിൽ പോയപ്പോൾ പമ്പയിൽ ഞാൻ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ വണ്ടിയുടെ പാർക്കിങ്ങിന് വേണ്ടി, പാസിന് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു. അപ്പം എപ്പോഴും അതിന് മുമ്പ് എപ്പോൾ വിളിച്ചാലും പലപ്പോഴും നമ്മൾ പോകുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുത്താൽ സ്വാമി ശരണം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയും ഇങ്ങനെയാണ് ഹലോ എന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് ഒരു വല്ലാത്തൊരു തോന്നി. ഞാൻ എന്നിട്ട് കൺട്രോൾ റൂമിൽ ചെന്നപ്പം അവിടെ എനിക്ക് പരിചയമുള്ള ഒരു SP ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പറ്റി സാർ ഇങ്ങനെ ഒരു സംഭവം? ഒന്നും പറയണ്ട സാറേ, ഇത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വാസമില്ലാത്തവരെ, അവിശ്വാസികളെ തെരഞ്ഞു പിടിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, അവിടെ വരുന്നവരെല്ലാം അത്രത്തോളം അവർ ജാഗ്രത പുലർത്തി അയ്യപ്പന്മാർക്ക് ദർശന സൗകര്യം ഒരുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടാണ് ഇവർ ഈ വരുന്നവർ ഒന്നും വിശ്വാസികളല്ലാത്തവരെ മാത്രം തിരഞ്ഞു പിടിച്ച് അവിടെ പോസ്റ്റ് ചെയ്ത് അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വിവാദമാണ് ആയിക്കോട്ടെ, എനിക്ക് അതിൽ വിരോധമൊന്നുമില്ല. ശബരിമലയിൽ ദർശനത്തിന് പോകേണ്ടത് ആരാണ്? ഏത് മതസ്ഥർക്കും പോകാം, തത്വമസിയാണ്. അവിടെ ജാതി മത ചിന്തകൾ പാടില്ല, ആർക്കും പോകാം. ഇസ്ലാം ആയാലും ക്രിസ്ത്യാനി ആയാലും ആർക്കും പോകാം. പക്ഷെ അവർ ശബരിമലയിൽ എന്തിനു പോകണം? അയ്യപ്പസ്വാമിയെ കാണാൻ, അനുഗ്രഹം വാങ്ങിക്കാൻ. അപ്പോൾ അവർ അയ്യപ്പ വിശ്വാസികളായിരിക്കണ്ടേ? അവിശ്വാസിയായ ഒരാൾക്കവിടെ പോകേണ്ട ആവശ്യം എന്താ? ഞാനൊരു കാര്യത്തിന് പോകണമെങ്കിൽ എനിക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ദുരുദ്ദേശത്തായിരിക്കും പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞു ദേവസ്വം ബോർഡിനോട്, ഞാൻ ഇപ്പം ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ പമ്പയിൽ മറ്റ് മതസ്ഥർ വരുമ്പോൾ ഇപ്പം എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണല്ലോ വിടുന്നത്.
മറ്റ് മതസ്ഥർ വരുമ്പോൾ അവരെ ഒന്ന് എഴുതി വാങ്ങിക്കുക, ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്, ഞാൻ വ്രതധാരിയാണ്, ഞാൻ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ കാണാൻ ഇരുമുടി കെട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് എഴുതി വാങ്ങിക്കുക. എഴുതി വാങ്ങിച്ചിട്ട് കയറ്റിയാൽ മതി. മറ്റ് മതസ്ഥർക്ക് എത്ര പേർക്ക് എഴുതി കൊടുക്കാൻ പറ്റും? ഇസ്ലാം മതത്തിൽ ഏകദൈവ വിശ്വാസിയാണ്, അവർക്ക് അയ്യപ്പസ്വാമിയെ വിശ്വസിക്കുന്നു, ഞാൻ അയ്യപ്പസ്വാമിയെ ഞാൻ ദൈവമായിട്ട് കാണുന്നു എന്ന് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തിനാണ് അവിടെ വരുന്നത്? രണ്ടാമത്, ഡിപ്പാർട്ട്മെന്റുകളിൽ പണ്ട് വ്രതമെടുത്തിട്ടാണ് ആൾക്കാർ അവിടെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഡിപ്പാർട്ട്മെന്റുകളിൽ ഏത് മതസ്ഥരെയും അവിടെ അപ്പോയിന്റ് ചെയ്യാം. ഞാൻ വിരോധമൊന്നും പറയുന്നില്ല. പക്ഷേ ഏത് മതസ്ഥയിൽ വന്നാലും ആ മതസ്ഥർ അയ്യപ്പ വിശ്വാസികളാണെന്ന് ഡിക്ലറേഷൻ എഴുതി കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് കയറാൻ. അത് എഴുതി വാങ്ങിയിട്ട് ഡിപ്പാർട്ട്മെന്റ് എഴുതി വാങ്ങിച്ചിട്ട് അവിടെ ഡ്യൂട്ടി കിട്ടാൻ മതി. ഇത് പറയുമ്പോൾ അങ്ങ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നായിരിക്കും ആരോപണം വരിക. ഞാൻ വർഗീയം പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആർക്കും വരാം, ഏത് മതസ്ഥർക്കും വരാം. പക്ഷെ അവർ അയ്യപ്പ വിശ്വാസികളായിരിക്കണം, ആ അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. അത് ഡ്യൂട്ടിക്ക് വന്നവരായാലും കൊള്ളാം, ദർശനത്തിന് വന്നവരായാലും കൊള്ളാം, അവിടെ കച്ചവടം നടത്തുന്നവരായാലും കൊള്ളാം. കച്ചവടം നടത്തുന്ന അണ്ടർലൈൻ ചെയ്ത് പറയാണ്, കച്ചവടം നടത്തുന്നവരും അയ്യപ്പ വിശ്വാസികൾ തന്നെ ആയിരിക്കണം. അല്ലാതുള്ളവർക്ക് ശബരിമലയിൽ പമ്പ മുകളോട് കയറേണ്ട കാര്യമില്ല. കാര്യം അത് ആ അയ്യപ്പൻ്റെ സങ്കേതമാണ്. അവിടെ വരുന്നവർ അയ്യപ്പനിൽ വിശ്വസിക്കുന്നവർ മാത്രം അവിടെ കയറിയാൽ മതി. പക്ഷെ ഇതൊന്നും ഉറപ്പാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കലാണ് ശ്രീ വിജയ്? പ്രാക്ടിക്കൽ അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കൊരു ബോധവൽക്കരണമെങ്കിലും ചെയ്തുകൂടെ? തീർച്ചയായിട്ടും അതല്ലേ ചെയ്യാൻ പറ്റും നമുക്ക്. അല്ല, നമുക്കിപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രം ഈ പറഞ്ഞ ഈ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കണം പരമമായ ലക്ഷ്യം. ഈ വാവർ നട പൊളിക്കണം എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? വാവർ നട ഞാനല്ല പറഞ്ഞത്, ദേവപ്രസിദ്ധി പറഞ്ഞാണ് വാവരെ മാറ്റണം നടന്നു. വാവരെ നടക്കി അവിടെ അയ്യപ്പനുമായിട്ട് ബന്ധമില്ല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ ദേവപ്രശ്നം വിധി നടപ്പാക്കിയാൽ മതി അവർ. ഞാൻ പറയുന്നില്ല, അയ്യപ്പസ്വാമിയല്ലേ ദേവപ്രശ്നത്തിലെ ഒരു ദേവപ്രശ്നം നടത്തുമ്പോൾ ആ ദേവപ്രശ്നത്തിലെ ആ പ്രശ്നവിധി എന്താണ് വരുന്നത്? ഭഗവാന്റെ തീരുമാനമാണ്. ശബരിമലയെക്കുറിച്ച് ഒരു ചോദ്യം കൂടി. ശബരിമലയുടെ ഈ ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞു, ഇതൊന്ന് പരിഹരിച്ച് ശബരിമലയെ ചൈതന്യമുള്ള ഒരു മഹാക്ഷേത്രമാക്കി മാറ്റാനുള്ള നിർദ്ദേശം എന്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ നിർദ്ദേശം വിശ്വ ഹിന്ദു പരിഷത്ത് ഞാൻ തന്നെ നേരിട്ട് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് നൽകി. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ ഞാൻ തന്നെ ഒരു മെമ്മോറാണ്ടമായിട്ട് അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. മറ്റ് ക്ഷേത്രങ്ങൾ പോലെ, ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പോലെ ശബരിമലയെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കണം. ഇവിടെ ഈ പറഞ്ഞ അവിടുത്തെ അതായത് ദേശീയ മിലിറ്ററിയോ അല്ലെങ്കിൽ പാരാമിലിറ്ററിയോ അതുപോലെ ആൾക്കാരായിരിക്കണം ശബരിമലയിലെ സുരക്ഷ ഒരുക്കേണ്ടത്. ഒരു സുരക്ഷയില്ല അവിടെ. ഇപ്പം ഈ പോലീസുകാർക്ക് എന്താ താല്പര്യം അവിടെ വരുന്ന ഡ്യൂട്ടിക്കാർക്ക്? പണ്ടങ്ങനെയല്ല. പണ്ട് പോലീസുകാർ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് വരുന്നവരായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അത് മാറണം. ആ സുരക്ഷ ഒഴുകണം. അതുപോലെ ആ ക്ഷേത്രത്തെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ അവിടെ ആൾക്കാർ വരുന്നത്, ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, പുറം നാടുകളിൽ നിന്ന് വരുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ വരുമ്പോൾ അവർക്ക് കൃത്യമായ സുരക്ഷ ഒഴുക്കാനും അതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കണം. ആ ഒരു മെമ്മോറാണ്ടമാണ് ഞങ്ങൾ നരേന്ദ്രമോദിജിക്ക് കൈമാറിയത്. ഞങ്ങളുടെ വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം, ശബരിമലയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. പിന്നെ ഞങ്ങളിപ്പോൾ ഈ നിലയ്ക്കൽ നിന്ന് ഈ പമ്പ വരെ എത്തിക്കാൻ KSRTC അയ്യപ്പന്മാരെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുത്തി നിറച്ച്, അതായത് ഇത്ര 20 കിലോമീറ്റർ റോഡിന് ഇത്രയും കാശ് വാങ്ങിക്കുക എന്ന് പറയുന്നത് തെറ്റല്ലേ? അങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആലോചിച്ചിട്ട് സൗജന്യമായി ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി വന്നു. ഞങ്ങൾ ബസ് തരാം, അല്ലെങ്കിൽ ഡീസൽ അടിച്ചു തരാം, ആൾക്കാരെ തരാം. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച് മാത്രമല്ല കേരള ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സൗജന്യമായി നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ ആൾക്കാരെ എത്തിക്കാം. അപ്പോൾ അന്ന് പ്രതിഷേധം വന്നു. ഞങ്ങൾ അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതി അത് ഇവര് നിർബന്ധം മൂലം ഹൈക്കോടതിയെ കേസ് തള്ളി. ഇപ്പം ഞങ്ങൾ സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് സംഘടനകളും വരട്ടെ, എല്ലാ സംഘടനകളും വരട്ടെ, സൗജന്യമായിട്ട് ആൾക്കാരെ എത്തിക്കാൻ തയ്യാറായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രം വേണമെന്നില്ല, ആർക്കും അതിൽ പങ്കാളിയാവാം. ഞങ്ങൾ പറയുന്നത് എന്താ, യഥാർത്ഥം ചെയ്യേണ്ട ആരാണ്? ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. ഭക്തരെ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് സൗജന്യമായി എത്തിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, തിരുപ്പതി ക്ഷേത്രത്തിൽ പോകുന്ന ഒരാള് തിരുപ്പതിയിൽ വന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുമലയിലേക്ക് എല്ലാ അരമണിക്കൂറും സൗജന്യമായിട്ട് ബസ് സർവീസ് ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ വക.
അതെ അതെ അറിയാലോ, അതെ അത് പ്രത്യേക രഥം പോലുള്ളൊരു ബസ്സാണ്, നല്ല ഭംഗിയുള്ള ബസ്സുകളാണ്. അതുപോലെ നിലയ്ക്കലാണ് നിങ്ങൾ ബേസ് ക്യാമ്പ് വയ്ക്കുന്നതെങ്കിൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് ഭക്തരെ സൗജന്യമായിട്ട് ദേവസ്വം കൊടുത്തിരിക്കണം. അതിന് ദേവസ്വം പോകാൻ കഴിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ തയ്യാറാവുള്ളൂ. ദേവസ്വം ബോർഡ് ചെയ്യട്ടെ, കോടിക്കണക്കിന് വരുമാനം വരുന്നില്ലേ അവിടെ. ഇതിപ്പോ കേന്ദ്രം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഈ പറയുന്ന പോലെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം ആക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതെ, ദേവസ്വം ബോർഡാണ് ഇതിന്റെ ഒരു ഭരണ സംവിധാനം. അതിനും ഒരു ബദൽ സംവിധാനമല്ലേ ഇനി ആവശ്യമുള്ള, ഒരു പുതിയ സംവിധാനമല്ലേ ആവശ്യം? അത് എല്ലാ ക്ഷേത്രങ്ങളിലും വരണം. യഥാർത്ഥം പറഞ്ഞാൽ ശബരിമല മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തെല്ലാം അനാവശ്യങ്ങൾ നടന്നു. ഞാൻ അതിലേക്ക് വരികയായിരുന്നു അടുത്തത്. അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ആചാരങ്ങൾ എല്ലാ സ്ഥലത്തും ലംഘിക്കപ്പെടുന്നുണ്ട്. ആ ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്കതിൽ എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടാവും. ഞാനൊരു കാര്യം, ഞാൻ ഇവിടെ വന്നിരുന്ന് ഇപ്പം രാഷ്ട്രീയമായിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്കൊരു താല്പര്യമില്ല, എനിക്കൊരു ആത്മാർത്ഥതയില്ല, നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾക്കും ആ ആത്മാർത്ഥതയില്ലായ്മ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇല്ലേ? അപ്പം അതുപോലെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചെയ്യുമ്പോഴാണ് അതിന് ആത്മാർത്ഥമായിട്ട് വരുന്നത്. ഈ ക്ഷേത്രം ഭരിക്കുന്ന എത്ര പേർക്ക് ക്ഷേത്രത്തിനോട് ആത്മാർത്ഥതയുണ്ട്? അവിടെ വരുന്ന ഭക്തരുടെ മുകളിൽ ഒരു ശുഷ്കാന്തിയുണ്ട്. ആർക്കുണ്ട്? അപ്പോൾ അവർക്കെന്താ ഉദ്ദേശം? പണം. ഞാൻ ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് അവിടുന്ന് പ്രസാദം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അരവണയപ്പമാണ്. ഈ അരവണയപ്പവും പ്രസാദമാണോ? പറയാൻ പറ്റുമോ? നേദിക്കുന്ന പോയിട്ട് 18-ാം പടിക്ക് മുകളിൽ പോലും കയറുന്നില്ല. ഫാക്ടറി ഉൽപ്പന്നമാണ് കൊടുക്കുന്നത്. ഇത് 2 ദിവസം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസ്ഥാനം വന്ന് അവിടെ അരവണയുടെ അപ്പത്തിൻ്റെയും നിർമ്മാണം ആരംഭിച്ചു. ശബരിമല ക്ഷേത്രം തുറക്കാൻ ഇനി കിടക്കുന്നു 8-10 ദിവസം. അപ്പോഴാണ് അവിടെ നിർമ്മാണം ആരംഭിച്ചിരുന്നത്. അപ്പോൾ ഈ നിർമ്മാണം ഇത് നിർമ്മിച്ച് പാക്ക് ചെയ്തല്ലേ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഓട്ടോമാറ്റിക് പാക്കിംഗ് ആണ്. ഈ പാക്ക് ചെയ്ത് വരുന്ന സാധനം ശബരിമല ക്ഷേത്രം തുറന്നിട്ടില്ല, അടച്ചിടക്കുകയാണ്. അവിടെ എങ്ങനെ നേദിക്കും? അപ്പോൾ അതിൽ തന്നെ വ്യക്തമല്ലേ ഇത് നേദിക്കുന്നതല്ല, ഇത് പ്രസാദമല്ല, ഇത് വെറും ഫാക്ടറി ഉൽപ്പന്നമാണ്, ഇത് വെറും പറ്റിപ്പാണ്, അയ്യപ്പന്മാരെ കബളിപ്പിക്കുകയാണ്. ഇത് വാങ്ങരുത്. വാങ്ങി ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീശ വീർപ്പിക്കരുത്. അതുപോലെ അയ്യപ്പസ്വാമിയോടിരിക്കുന്ന പൈസ കിട്ടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഭക്തരെ പറ്റിക്കുന്നു എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരോപിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആരോപിക്കാൻ നോക്കുക. ശബരിമലയിൽ വരുമാനമില്ലാതാകും. ശബരിമലയിൽ വരുമാനമില്ലാതാകുന്നതോടുകൂടി ശബരിമലയുടെ എക്സിസ്റ്റൻസ് തന്നെ അപകടത്തിലാവും. അപ്പൊ ശരിക്കും ക്ഷേത്രത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണെന്ന് പറയില്ല. ഇവരിപ്പം പറയുന്ന ഒരു ന്യായമുണ്ട്. ശബരിമലയുടെ വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ എത്ര ക്ഷേത്രമാണെന്ന് അറിയാം? ഒരു 50,000 ക്ഷേത്രമുണ്ട് കേരളം ഏകദേശം. ഈ 50,000 ക്ഷേത്രത്തിൽ എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് എത്ര ക്ഷേത്രം നടത്തുന്നുണ്ട്? 5,000 ക്ഷേത്രത്തിന് താഴെ മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു 1,200 ക്ഷേത്രം, പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മറ്റ് പല ദേവസ്വം ബോർഡിന്റെ കീഴിലായിട്ട് 5,000 ക്ഷേത്രത്തിനകത്തേ ഉള്ളൂ. അപ്പൊ ശബരിമലയിലെ പ്രശ്നം ഈ വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രം നടക്കുന്നതെങ്കിൽ ബാക്കി 45,000 ക്ഷേത്രം എങ്ങനെ നടക്കുന്നു? അപ്പൊ ക്ഷേത്രങ്ങൾ സ്വയം പര്യാപ്തമാവും. ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ സമർപ്പിക്കുന്ന ആ ധനം കൊണ്ട് വേണം ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടത്താൻ. വിശ്വന്ത പരിഷത്തിന്റെ കീഴിൽ 177 ക്ഷേത്രങ്ങളുണ്ട്. ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുണ്ട്. ഈ 177 ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ആ ക്ഷേത്രം നടക്കുന്നത്. മറ്റൊരു ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്രത്തിലുള്ള വരുമാനം അനുസരിച്ച് വേണം ആ ക്ഷേത്രത്തിലെ ജീവനക്കാരെ തീരുമാനിക്കാൻ. നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് പോയി നോക്കും. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഏകദേശം 42-43 മറ്റേ ഈ അടിച്ചു തലിക്കാരുണ്ട്. അപ്പൊ ഇവരുടെ പാർട്ടിയിലുള്ള കമ്മ്യൂണിസ്റ്റ് ആൾക്കാർക്ക് പണിയില്ലാത്തവർക്കെല്ലാം പണി കൊടുക്കാനുള്ള ഒരു അവസരമായി ദേവസ്വം ബോർഡിനെ മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരു എന്താ പറയുക, കറവ പശുവായിട്ടാണ് ദേവസ്വം ബോർഡിനെ കാണുന്നത്. അപ്പൊ അതായത് ദേവസ്വം ബോർഡോ ദേവസ്വത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോടോ വിശ്വാസമില്ലാത്ത ആൾക്കാർ ദേവസ്വം ബോർഡിനെയും ക്ഷേത്രങ്ങളെയും കാണുന്ന കറവ പശുവായിട്ട് മാത്രമാണ്. അപ്പൊ അവിടേക്ക് മാത്രം മാക്സിമം ആൾക്കാരെ കയറ്റി വിട്ടിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പണമില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. ഒരു ക്ഷേത്രത്തിൽ എത്ര ആൾക്കാർ വേണം നോക്കുക. ഒരു മേജർ ക്ഷേത്രത്തിൽ എത്ര ഉദ്യോഗസ്ഥർ വേണം, അല്ലെങ്കിൽ എത്ര ശാന്തിക്കാർ വേണം, എത്ര മറ്റു പണിക്കാർ വേണം തീരുമാനിച്ച് അതനുസരിച്ച് ചെയ്യണം. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ വരുമാനം അനുസരിച്ച് വേണം അവിടുത്തെ ജോലിക്കാർ തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോൾ ആ ക്ഷേത്രങ്ങളുടെ വരുമാനം അനുസരിച്ച് ഓരോ ക്ഷേത്രം പോകുമ്പോൾ ശബരിമലയിലെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇത് മാത്രമാണോ ക്ഷേത്രങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി? മറ്റൊരു പ്രതിസന്ധിയിലെ, അതായത് ക്ഷേത്ര ഭരണത്തിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് ദേവന്റെ ആലയമാണ്. അവിടെ നടക്കുന്ന പൂജാവിധികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ പൂജിക്കുന്നവരുടെ ഈ വിഷയങ്ങളിലുള്ള ബോധ്യം അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനം, അവിടെ പൂജിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ദ്രവ്യശുദ്ധി, ഇത്തരം വിഷയങ്ങളിലും കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇക്കാര്യത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പൂജാദ്രവ്യങ്ങൾ 90% പ്രസിദ്ധമാണ്. അത് എണ്ണയായാലും നെയ്യായാലും ശർക്കരയായാലും അല്ലെങ്കിൽ പനിനീരായാലും ഇതിന് പൂക്കൾ പോലും ഇന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറം നാട്ടിൽ നിന്ന് പൂക്കൾ മിക്കവാറും ഈ വിഷമടിച്ച പൂക്കളാണ് വരുന്നത്. ഈയിടയ്ക്ക് മദ്രാസ് IIT ഒരു ആള് വന്നിട്ട് അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് എന്ത് പൂജ നടത്തിയില്ലെങ്കിലും പ്രതിഷ്ഠയ്ക്കുള്ള പവറാണ് അവിടെ ക്ഷേത്രങ്ങൾ. അപ്പൊ അങ്ങനെ പല ക്ഷേത്രങ്ങളുടെയും അദ്ദേഹം ഒരു പുതിയ ഇതിൽ ക്ഷേത്രങ്ങളുടെ ചൈതന്യം മനസ്സിലാക്കാൻ വേണ്ടി അതിനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ, ഞാൻ യാദൃശ്യമായിട്ട് അദ്ദേഹത്തെ കാണാനിടവന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മിക്കവാറും വലിയ ക്ഷേത്രങ്ങളിൽ പോയി അതിൽ അദ്ദേഹത്തിന് പൂർണ്ണ ചൈതന്യം ബോധ്യപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. ഇന്നും ഗുരുവായൂർ മാത്രമാണ് കൃത്യമായിട്ട് അവിടുത്തെ ദ്രവ്യങ്ങളായാലും പൂജയായാലും കൃത്യമായിട്ട് നടക്കുന്നു. ഈയിടയ്ക്ക് ഗുരുവായൂർ വലിയൊരു ഇഷ്യൂ കിട്ടും, അവിടെ മറ്റേ കൃഷ്ണ തുളസിയെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്തർ കൊണ്ടു കൊടുക്കുന്ന ഒരു പൂക്കളും ശ്രീലകത്തേക്ക് എടുക്കാറില്ല. അവിടത്തേക്കുള്ള പൂക്കൾ പ്രത്യേകമാണ്. അവിടെ 3 തരം പൂക്കളെ എടുക്കാറുള്ളൂ: തെറ്റി, തുളസി, പാരിജാതം. ആ 3 പൂക്കളെ അകത്ത് താമര, വേറെ പൂക്കൾ എടുക്കാറില്ല. അത് പ്രത്യേകമായിട്ടും ശുദ്ധമായിട്ടുള്ള സാധനമാണ് കൊണ്ടുവരുന്നത്. അവിടെ എല്ലാം മറ്റു പൂക്കൾ കൊണ്ടുവന്നാൽ പുറത്ത് അലങ്കാരങ്ങൾക്ക് വല്ലതും എടുക്കുന്നുള്ളേ കഴിഞ്ഞിട്ട് അകത്തേക്ക് എടുക്കാറില്ല. സത്യമാണ്, വർഷങ്ങളായി നടക്കുന്നത്. അതുപോലെ കൃത്യമായ ചിട്ടയോടുകൂടി പൂജ നടക്കുന്ന സ്ഥലമാണ് അവിടെ. അതുപോലെ അവിടെ ഈ പറഞ്ഞ ദ്രവ്യങ്ങളായാലും ശരി, അവിടെ പൽപ്പായസമായാലും എല്ലാം ആ ശുദ്ധമായ വസ്തുക്കൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ചില വിവാദങ്ങൾ വരുന്നുണ്ടല്ലോ, ഉദയാസ്തമന പൂജ സംബന്ധിച്ച് അത്തരം ചില വിഷയങ്ങൾ. തെറ്റാണ്. അങ്ങനെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ദേവഹിതം നോക്കണം, ഒരു മാറ്റം വരുത്തണം. ഇപ്പം ആചാരങ്ങൾ മാറാൻ പാടില്ല, അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരാം. ആ മാറ്റം കാലോചിതമായുള്ള മാറ്റം വരാം. ആ മാറ്റം വരുമ്പോ ദേവഹിതം നോക്കണം. ഉദയാസ്തമന പൂജ അന്ന് പറഞ്ഞ ഈ ഏകാദശിയിലല്ലേ വരുന്നത്, ഏകാദശി നാളിൽ ഉദയാസ്തമന പൂജ വന്നു കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജയ്ക്ക് ഒരുപാട് പ്രാവശ്യം നട അടച്ച് തുറക്കേണ്ടി വരും ഓരോ പൂജ കഴിയുമ്പോഴും. അപ്പം ഭക്തന്മാർ ഒരുപാട് വരുമ്പോൾ ചിലപ്പോൾ ആ ബുദ്ധിമുട്ടായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അത് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് ദേവഹിതം വെക്കണം, ദേവപ്രശ്നം വെച്ച് നോക്കട്ടെ. ദേവം പറയാണ് ശരി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞാൽ മാറ്റിക്കോളൂ. നമ്മുടെ ഈ സംഭാഷണം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ കോൺസെൻട്രേഷൻ. കേരളത്തിലെ ഒരു ഹിന്ദു സമൂഹത്തിന്റെ വിഷയങ്ങൾ അങ്ങ് ഇതിനിടയിൽ സൂചിപ്പിച്ചു. സമൂഹത്തിനുള്ളിൽ, വീടുകൾക്കുള്ളിൽ ഐക്യമില്ലായ്മ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ആത്മഹത്യ, ഇത്തരം വിഷയങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു ആക്ഷൻ പ്ലാൻ എന്താണ്? ബോധവൽക്കരണമാണ് പ്രധാനമായിട്ടും. അതിനപ്പുറം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. കഴിയുന്നിടത്തോളം നമ്മൾ അത് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഹിന്ദു സമാജത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് വീടുകളിൽ അച്ഛനും അമ്മമാരും ഒന്നിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്ന വീടുകളുണ്ട്. രാവിലെയും വൈകുന്നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന വീടുകളുണ്ട്. പണ്ടൊക്കെ എന്താണ്, നമുക്ക് അത് 2 സന്ധ്യകളിലും വിളക്ക് വയ്ക്കണമെന്നാണ്, പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും. അതായത് ആ സന്ധ്യ എന്ന് പറയുന്ന ഒരു സന്ധ്യയാണ് സന്ധ്യയാവുക. ആ സന്ധ്യ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് എനർജി കടന്നു വരാൻ പറ്റുന്നു. ആ നെഗറ്റീവ് എനർജിയെ തടുക്കാൻ വേണ്ടിയാണ് ആ സന്ധ്യകളിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ഉണങ്ങി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം കുളിച്ച് ഒരു ഭസ്മക്കുറി ഇട്ടിട്ട് പോയി 10 രാമനാമെങ്കിലും ജപിച്ചില്ലെങ്കിൽ അത്താഴത്തിന് ഭക്ഷണം തരില്ല എന്നുള്ള അവസ്ഥയായിരുന്നു പണ്ട് നമ്മുടെ കുടുംബത്തിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എത്ര വീടുകളിൽ സന്ധ്യക്ക് വിളക്ക് വയ്ക്കുന്നു, രാവിലെ വിളക്ക് വയ്ക്കുന്നു, എത്ര ഈശ്വര പ്രാർത്ഥന നടത്തുന്നു? ഒന്നും ചെയ്യുന്നില്ല. ചില വീടുകളിലൊക്കെ ഒരു ഫാഷന് വേണ്ടി ഒരു വിളക്ക് എത്തിച്ചടങ്ങി എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പോകുന്ന സ്ത്രീകൾ പോയി നേരെ TV ഓൺ ചെയ്ത് ചാനലിൽ കൊണ്ടിരിക്കും. അവിടെ നടക്കുന്ന കംപ്ലീറ്റ് എന്താ പറയാ, എല്ലാം പറഞ്ഞ അന്തചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളുമാണ് സീരിയലുകളിലൂടെ വരുന്നത്. ഒരു ജർമ്മൻ അവിടെ നമുക്ക് പുറത്ത് ആൾക്കാരെ സഹായം വേണ്ടി വന്നു. അവര് ഇടയ്ക്കൊരു നിരീക്ഷണം നടത്തി. അതായത് നമ്മള് സൂര്യനിൽ നിന്നൊരു ശബ്ദ തരംഗം ഉണ്ടാവുന്നു, ഓം എന്നുള്ള, അത് നാസ് തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഓം എന്നുള്ള ശബ്ദ തരംഗമാണ് സൂര്യന്റെ പ്രകാശത്തിൽ നിന്നുണ്ടാകുന്നത്.
അതുപോലെ നമ്മൾ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ വിളക്കിന്റെ നാളത്തിൽ നിന്ന് ഒരു ശബ്ദ തരംഗം ഉണ്ടാകുന്നു. അത് തഥാസ്തു തഥാസ്തു എന്നാണ്. ഈ തഥാസ്തുവിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഒരു സംസ്കൃത വേർഡാണ് തഥാസ്തു. അപ്പൊ നമ്മൾ പണ്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മൾ പറയുന്ന പ്രാർത്ഥന തഥാസ്തു ആവാനാണ്. അത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എപ്പോ സംഭവിക്കുന്നത് എന്താ? വിളക്ക് കത്തിച്ച് അവിടെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് TV സീരിയലിൽ കണ്ടിട്ട് അതിനകത്തുള്ള സംഭാഷണമാണ് വിളക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അന്തചിത്രങ്ങൾക്ക് കാരണം. വളരെ രസകരമായ നിരീക്ഷണമാണ്. അങ്ങയുടെ ഒരു ഫിലിം ഇടയ്ക്ക് അനൗൺസ് ചെയ്തിരുന്നു, അതോട് ചോദിക്കുന്നത് ജയ് ശ്രീറാം അല്ലേ? അതെ അതെ, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അടുത്ത വർഷമൊക്കെ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. അത് ബൈലിംഗൽ സിനിമയാണ്, മലയാളം മാത്രമല്ല പാൻ ഇന്ത്യ ലെവലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 2-3 കാര്യങ്ങൾ നമുക്ക് ഇനിയെങ്കിലും നമ്മളൊരു ഹിന്ദുക്കൾ മറ്റെല്ലാ ആൾക്കാരും അവരുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മതവും അവരുടെ സംസ്കാരവും അവരുടെ പുരാണങ്ങളും എല്ലാം മനസ്സിലാക്കുന്നില്ല. അത് അവരെ ഞാൻ അഭിനന്ദിക്കും. ഇസ്ലാം മതമായാലും ക്രിസ്ത്യാനികളായാലും അവരുടെ മദ്രസകളിലായാലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വ്യക്തമായിട്ട് ഒരു ധാരണയോടുകൂടിയാണ് അത് വളരുന്നത്. അവരുടെ മതത്തെ പറ്റിയും അവരുടെ ചിന്തകളെ പറ്റിയും. അതുപോലെ ക്രിസ്ത്യൻ മതത്തിലായാലും ശരി, അവർക്ക് സൺഡേ സ്കൂളുകളിൽ എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പുരാണത്തെക്കുറിച്ചും നമ്മുടെ ഇതിഹാസത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല? പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം പറഞ്ഞു തന്നാണ് നമ്മുടെ ഉള്ളിലുള്ള പുരാണങ്ങളെ കുറിച്ചും ഇതിഹാസങ്ങളെ കുറിച്ചുള്ള അറിവ്, ആദ്യത്തെ അറിവ്. ആ അറിവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും, അത് മാറില്ല. ഇന്ന് അതിനുള്ള അവസരമില്ല. മാത്രമല്ല ഇന്ന് കുടുംബ ബന്ധങ്ങൾ സംവിധാനമില്ല. സംവിധാനം ഉണ്ടെന്ന് വെച്ചാൽ സംവിധാനം ഒരുക്കാൻ തയ്യാറാണ്, ഞങ്ങളെ പോലുള്ള തയ്യാറാണ്, എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അവിടെ കുട്ടികൾ വിടുന്നില്ല. കുട്ടികൾ വിടാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോ ഇടയ്ക്ക് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് ശനിയും ഞായറും സ്കൂളൊന്നും ഇല്ലല്ലോ, കുട്ടികളുടെ ശനിയും ഞായറാണ് അവർക്ക് ആപ്പാട് ഉറങ്ങാൻ സമയം കിട്ടുന്നത്. അവിടെ രാവിലെ ഇപ്പം വരെ ഇതിന് വിടാൻ പറ്റും. എന്താ മറുപടി പറയും? അപ്പം അവര് വളർന്നു വരുന്നത് നമുക്കറിയാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ യുവജനത എങ്ങോട്ടാണ് പോകുന്നത്? ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേരാണ് മയക്കുമരുന്നിന് അടി? ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് പോയപ്പോൾ അറിയാതെ എന്നിട്ട് എക്സൈസ് ഓഫീസിൽ ചെന്നിട്ടാണ് തീപ്പെട്ടി കഴിച്ചത്. വലിയ വാർത്തയാണ്, വലിയ വിഷയം. അത് മാത്രമല്ല പല സ്കൂളുകളിലും ഇന്ന് ഡ്രഗ്സിന്റെ ചെയിൻ വന്നു കഴിഞ്ഞു. അതുപോലെ ബന്ധങ്ങളുടെ ഒരു വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. ഈയിടയ്ക്ക് എറണാകുളത്തുണ്ടായ ഒരു വലിയ പ്രശ്നമാണ് പനമ്പള്ളി നഗറിലൊരു ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടി 10 മാസം തികഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ ഒരു കൊറിയർ കവറിനകത്ത് വലിച്ച് റോഡിലേക്ക്. വലിയ വാർത്തയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടി താമസിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയോടും ഒപ്പം ഫ്ലാറ്റിലാണ്, ഒറ്റയ്ക്കല്ല, കുടുംബമാര് താമസിക്കുകയാണ്. ഒരു അമ്മയ്ക്ക് തന്റെ മകളുടെ ശാരീരികമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വയറ് വലുതാവണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ശാരീരികമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ അമ്മയും മകളുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? 1-2 ദിവസം അല്ലല്ലോ. ആ ഒരു ബന്ധമുണ്ടെങ്കിൽ, ആ ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ഇന്ന് ഒരു കുടുംബങ്ങളിലും അങ്ങനെ ഒരു ബന്ധമില്ല. ഇന്ന് പണ്ട് നമ്മൾ പറയും ഈ വീടുകളിൽ അടുക്കളയിൽ പൂച്ച പെറ്റി കിടക്കുന്നു എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഇന്ന് പൂച്ച എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ തീ എരിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അടുപ്പിൽ പൂച്ച പെറ്റി കിടക്കുന്നത്. ഇന്ന് പല വീടുകളിലും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, പ്രത്യേകിച്ചും സിറ്റികളിലെല്ലാം ഈ പല ഓൺലൈൻ ഫുഡിന്റെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ കിടന്ന് പറക്കുന്നത്. പല വീടുകളിലും എല്ലാം ഓർഡറിങ് ആണ്. അതാണ് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ളത്. മാത്രമല്ല ഈ ഓർഡർ ചെയ്ത് വരുന്ന ഭക്ഷണം ഒന്നിച്ചു ചെയ്തല്ല കഴിക്കുന്നത്. അവരുടെ മുറിയിൽ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യുന്നു, അവർ കഴിക്കുന്നു. ആ അവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളും കേരളത്തിലാണ്. എല്ലാം പറഞ്ഞ ഈ മായം കലർന്നതും ഈ വിഷം കലർന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾക്ക് കാരണം. ഇതെല്ലാം ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ അതോ മനഃപൂർവ്വമാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന കൂടി കാണും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വലിയൊരു അജണ്ട ഉണ്ട്. കാരണം അത് നമുക്ക് ഇനിയെങ്കിലും ഈ ഹിന്ദു സമാജം ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ ട്രഡീഷൻസ് ഉണ്ട്, നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ നിലനിർത്തണം. ആ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണം. അപ്പോഴേ ആ തലമുറയെ ആ സംസ്കാരത്തെ വളരെയുള്ളൂ. തീർച്ചയായിട്ടും. ശ്രീ വിജി തമ്പി, അങ്ങ് ഹിന്ദു സമൂഹത്തെ കുറിച്ച്, നമ്മുടെ സമൂഹം നേരിടുന്ന വർത്തമാനകാല പ്രതിസന്ധികളെ കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്.
അതുപോലെ കേരളം ഏറ്റവും വലിയ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി അടുത്ത ഈ വർഷത്തെ തീർത്ഥാടനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ശബരിമലയെ കുറിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ വലിയ ഞെട്ടിക്കുന്നതാണ്. ഇതെല്ലാം സമൂഹത്തിൽ ഒരു ചർച്ചയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ശബരിമലയിൽ പോകാൻ കഴിയാത്തവരും ഞാൻ പറയുന്നു, നിങ്ങൾ മണ്ഡലവ്രതം എടുക്കുക. ഇനി വരുന്ന ശനിയാഴ്ച, അതായത് ഈ നവംബർ 16 തീയതിയാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത്. ഈ മണ്ഡലകാലം ഒരു വ്രതം അനുഷ്ഠിക്കുക. ഇത് കുട്ടികളെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും വ്രതം അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുക. ഈ 41 ദിവസമെങ്കിലും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് വെച്ച് ഒരു 10 പ്രാവശ്യമെങ്കിലും സ്വാമി ശരണം പറയുക. അങ്ങനെയെങ്കിലും ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ. മാത്രമല്ല, നമുക്ക് വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹിന്ദുക്കൾ പരസ്പരം കാണുമ്പോൾ അവർ സംബോധന ചെയ്യുന്നത് ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നമ്മളെ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിന്റെ നമ്മുടെ സ്വാമി അയ്യപ്പനാണ് നമ്മുടെ രക്ഷ. നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ ഹലോ പറയുന്നതിന് പകരം സ്വാമി ശരണം പറയുക. ഫോൺ എടുത്താൽ നമ്മൾ ആദ്യം സ്വാമി ശരണം പറയുക. അങ്ങനെ ഒരു തുടക്കം നമുക്ക് ഉണ്ടാവട്ടെ. അതിന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെല്ലാം സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഇതിനോടൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഈ മണ്ഡലകാലം മുതൽ നമുക്ക് ഒരു പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാമി ശരണം പറഞ്ഞ് നമുക്ക് അഭിസംബോധന ചെയ്യാം. ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ സ്വാമി ശരണം പറഞ്ഞ് തുടങ്ങാം. അയ്യപ്പൻ നമ്മളെ രക്ഷിക്കട്ടെ, കേരളത്തെ രക്ഷിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണം അയ്യപ്പ. സ്വാമി മാത്രം ശരണം.